വിശാലക്ഷി അന്നപൂർണേ വിശാലക്ഷി അഖില ഭുവന സാക്ഷി. 2019 ഉപരാഷ്ട്രപതിയിൽ നിന്നും മികച്ച സർഗാത്മക പ്രതിഭയ്ക്കുള്ള ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, സത്യം മിനിസ്ട്രി അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഹെലൻ കെല്ലർ പുരസ്കാരം, കൈർലി ടിവിയുടെ ചെയർമാൻ്റെ പ്രത്യേക പുരസ്കാരം ഫിനിക്സ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതോടൊപ്പം തന്നെ ഒത്തിരി റോട്ടറി അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെ വളരെയധികം സന്തോഷം. ഞാൻ ഇന്നിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ കൂടെ ഉള്ളത് കൺമണിയാണ്. കൺമണിയെ മലയാളികൾക്ക് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. വലിയ ഇടവേളകളില്ലാതെ എപ്പോഴും വാർത്തകളിൽ നിറയുന്നൊരു വ്യക്തിയാണ് കൺമണി. ഇന്നും അതുപോലത്തെ ഒരു പുതിയ വിശേഷമായിട്ടാണ് നമ്മൾ കൺമണിയുടെ അടുത്തെത്തിയിരിക്കുന്നത്. കൺമണി MA മ്യൂസിക്കിൽ 1ാം റാങ്ക് നേടിയിരിക്കുകയാണ്. അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വിശേഷത്തെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. സുഖമല്ലേ? സുഖം സുഖം. എന്തൊക്കെയാണ് പുതിയ പുതിയ വിശേഷങ്ങൾ ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുക? അപ്പോൾ ഇപ്പോഴത്തെ എന്താണ്? ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് MA മ്യൂസിക് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു. കേരള യൂണിവേഴ്സിറ്റിയിൽ അണ്ടറിലുള്ള ശ്രീ സ്വാതിലം മ്യൂസിക് കോളേജിലായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് MA മ്യൂസിക്കിന് ഫസ്റ്റ് റാങ്ക് ഉണ്ട്. അതെ. ഇപ്പോൾ കുറേ വർക്കുകൾ ചെയ്യുന്നുണ്ട്, അത് പഠിപ്പിക്കുന്നുണ്ട്, പടം വരയ്ക്കുന്നുണ്ട്. ബിസി ലൈഫാണ്. ബിസി ലൈഫ് എങ്ങനെ പോകുന്നു? ബിസി ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു ദിവസം പോലും വീട്ടിൽ ചുമ്മാതിരിക്കാനുള്ള ടൈം എനിക്കിപ്പോൾ കിട്ടാറില്ല. ഞാൻ വിചാരിച്ചു മ്യൂസിക് കഴിയുമ്പോൾ, കോഴ്സ് കഴിയുമ്പോൾ ഫ്രീ ആകുമെന്ന്. പക്ഷേ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ ഡ്രോയിങ് ചെയ്യുന്നുണ്ട്, നെറ്റിപ്പട്ടം ക്രാഫ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പ്രോഗ്രാംസ് കച്ചേരികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുൾ ബിസി ആയിട്ടുള്ള സ്കെഡ്യൂൾ. അതെ അതെ. ബിസി ലൈഫ് ആസ്വദിക്കുന്നുണ്ടോ? ഷുവർ, തീർച്ചയായിട്ടും. കാരണം ചുമ്മാതിരിക്കാൻ തീരെ താല്പര്യമില്ലാത്ത ആളാണ്. കാരണം ഒരു ദിവസമൊക്കെ വെറുതെ ഇരിക്കുക, അതിൽ കൂടുതൽ വെറുതെ ഇരിക്കാൻ ഒട്ടും താല്പര്യമില്ല. മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകാനാണ് താല്പര്യം. എൻ്റെ ചെറുപ്രായത്തിൽ തൊട്ടേ ഞാൻ മ്യൂസിക് പഠിക്കുന്നതാണ്. ഏകദേശം LKG UKG ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അമ്മ എന്നെ ഒരു അധ്യാപികയൊക്കെ പഠിപ്പിക്കാൻ കൊണ്ടുപോയി. ടീച്ചറിൻ്റെ പേരാണ് പിരയമത. ഞാനൊരു പാട്ടുകാരിയാകും എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ആയിരുന്നില്ല അമ്മ എന്നെ കൊണ്ടുവിട്ടത്. ഭാവിയിൽ എനിക്കൊരു വിനോദമായിട്ട് മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ അതിലൂടെ എൻ്റെ ഒരു കരിയർ അല്ലെങ്കിൽ ഒരു പാഷനായിട്ട് മാറുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പിന്നീട് ഒത്തിരി അധ്യാപകരുടെയൊക്കെ പഠിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. ശ്രീ വർക്കല CS ജയറാം സാർ, വീണാചന്ദ്രൻ, ഡോക്ടർ ശ്രീദേവ് രാജഗോപാൽ എന്നിവരുടെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പം. അങ്ങനെയാണ് സ്കൂൾ കാലഘട്ടം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മെയിനായിട്ട് ഡിഗ്രി എടുത്ത് പഠിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായത്. അങ്ങനെയാണ് ശ്രീ സ്വാതിരുന്നാൾ കോളേജിൽ വന്നത്. സ്കൂളിൽ പഠിക്കുമ്പോഴേ എൻ്റെ ആഗ്രഹമായിരുന്നു ഈ സെയിം കോളേജിൽ പഠിക്കണം എന്നുള്ളത്. അവിടെ തന്നെ PG ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടി. ഞാൻ കൂടുതലും കലോത്സവ വേദികളിലൂടെയാണ് കുറച്ച് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് എത്തി തുടങ്ങിയത്. കലോത്സവത്തിൽ കർണാട്ടിക് മ്യൂസിക്കിനും കഥകളി സംഗീതത്തിനും അഷ്ടപതി, സംസ്കൃതം ഗാനാലാപനം, പദ്യം ചൊല്ലൽ എന്നീ ഇനങ്ങളിലൊക്കെ മത്സരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഇനങ്ങൾക്ക് മത്സരിക്കുമ്പോഴും അതിന് കിട്ടുന്ന വിജയമാണ് എന്നെ മുമ്പോട്ട് ലൈഫിലേക്ക് ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അതിലൂടെ മുമ്പോട്ട് പോകാനുള്ളൊരു സന്തോഷം കിട്ടിയത്. അങ്ങനെ ഇപ്പോൾ PG കഴിഞ്ഞു. PGക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ട്. പ്രതീക്ഷിക്കാതെയാണ് ഇപ്പോൾ ഈ റാങ്കുകളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇനിയുള്ള ലക്ഷ്യം എന്ത്? ഇനി എൻ്റെ തൊട്ടേ ഉള്ളൊരു ലക്ഷ്യമാണ് എനിക്കത്. എനിക്ക് ഒരു ലെക്ചറർ അല്ലെങ്കിൽ പ്രൊഫസറായിട്ട് ഒരു കോളേജിൽ കയറണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതോടൊപ്പം തന്നെ PhD എടുക്കണം മ്യൂസിക്കിൽ. അങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ട്. എല്ലാ ആഗ്രഹങ്ങളും ഇപ്പം റാങ്കൊക്കെ പ്രതീക്ഷിക്കാതെ അല്ലേ? അതെ അതെ അതെ. അപ്പോൾ ഇനിയെല്ലാം പ്രതീക്ഷിക്കാതെ ലൈഫിലേക്ക് വരട്ടെ. ഇനിയും ഞങ്ങൾക്ക് വന്ന് ഇൻ്റർവ്യൂ എടുക്കാൻ, പുതിയ വാർത്തകളിൽ ഓരോ ദിവസം ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.